Hi all, welcome back to Reliant Institute of Technology. നമ്മൾ ഇന്ന് എടുക്കുന്ന സെഷൻ സിംഗിൾ പാർട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് വരെ എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് അസംബ്ലീസ് ആണ് കവർ ചെയ്തിരുന്നത്. സെക്ഷൻ വരെ കട്ട് ചെയ്തു, കോളത്തിൻ്റെ നമ്മൾ ചെയ്തു, അതുകൊണ്ട് നമ്മളുടെ അസംബ്ലി ഡ്രോയിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയി ഈ പ്രൊജക്റ്റ് പ്രകാരമുള്ള. ഇനി നമുക്ക് സിംഗിൾ പാർട്ട് ചെയ്യണം. സിംഗിൾ പാർട്ട് എന്ന് വെച്ചാൽ ഓരോ പീസും നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലേറ്റുകളിൽ മാത്രമാണ് സെപ്പറേറ്റ് സിംഗിൾ പാർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. മെയിൻ പാർട്ട് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻ നമ്മൾ അസംബ്ലി ഡ്രോയിങ് തന്നെ കാണിച്ചു. അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് പ്രകാരം നമുക്ക് കോമൺ ആയിട്ടുള്ളത് മാത്രം തൽക്കാലം ചെയ്യാം. ശരിക്കും പാർട്ട് ലിസ്റ്റ് പ്രകാരം എന്തോരം പ്ലേറ്റുകളുണ്ടോ PL1 തൊട്ട് എന്തോരം ഉണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ സിംഗിൾ പാർട്ടായിട്ട് ചെയ്യേണ്ടതാണ്, മെയിൻ പാർട്ട് ഒഴിച്ച്. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ചെടുക്കാം. ഈ ഒരു ബേസ് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി സെലക്ട് ഒബ്ജക്ട്സ് ഇൻ കമ്പോണൻസിലോട്ട് ഇവിടെ വെക്കാം. ബേസ് പ്ലേറ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഫാബ്രിക്കേഷൻ ഡ്രോയിങ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ പാർട്സ് ഓൺ ചെയ്തിട്ട് അസംബ്ലി ഹൈഡ് ചെയ്യാം. എന്നിട്ട് അപ്ലൈഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യാം. പുതിയ വേർഷനിലാണ് അപ്ലൈഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പോൾ അപ്ലൈഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ആ ബേസ് പ്ലേറ്റിൻ്റെ ഡ്രോയിങ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്യുമെൻറ്റ് മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾ ഡ്രോയിങ്സ് മാറ്റി സിംഗിൾ പാർട്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ സിംഗിൾ പാർട്ട് നേരത്തെ പറഞ്ഞു ടൈപ്പ് W എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇനി അസംബ്ലി മാത്രം വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അസംബ്ലി മാത്രം വരും. നമുക്കിപ്പോൾ ഞാൻ സിംഗിൾ പാർട്ട് എന്ന് മാത്രം വെക്കുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക്. നമ്മൾ സിംഗിൾ പാർട്ട് കൊടുക്കുന്നത് A4 ഷീറ്റിലാണ് കൊടുക്കാറുള്ളത്, സെപ്പറേറ്റ് A4 ഷീറ്റ്. അപ്പോൾ ഇവിടെ വന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അസംബ്ലി സിംഗിൾ പാർട്ട് ഡ്രോയിങ് പ്രോപ്പർട്ടിയിൽ പാർട്ടിൻ്റെ കളറ് ഇവിടെ നമ്മൾ ഓറിയൻറ്റേഷൻ മാർക്കൊന്നും ഓൺ ചെയ്യേണ്ട, ഹിഡൻ ലൈൻസ് രണ്ടും ഓൺ ചെയ്യുക. അപ്പിയറൻസിൽ പോവാം, വിസിബിൾ ലൈൻസിൻ്റെ കളറ് യെല്ലോ, ഹിഡൻ ലൈൻ്റെ കളറ് ബ്ലാക്ക്. ഹിഡൻ്റെ ടൈപ്പ് കുറച്ചും കൂടി ഗ്യാപ്പ് ഉള്ളത് മോഡിഫൈ ചെയ്യാം. വന്നില്ലേ? ഇനി ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ഇതേപോലെ ഡയമെൻഷൻ രണ്ടും സ്ട്രെയിറ്റ് ഡയമെൻഷൻ തന്നെ. ഇവിടെ ഇൻസൈഡ് മാറ്റി ഔട്ട് സൈഡ് ആക്കി കൊടുത്തേക്കുക. അപ്പിയറൻസിൽ പോവുക, ലൈനിൻ്റെ കളറ് ഗ്രേ കളർ മാറ്റി ബ്ലാക്കിലോട്ട്, ടെക്സ്റ്റിൻ്റെ കളറും ഓക്കെ, ഫോണ്ട് ഐറ്റും ഓക്കെ, മോഡിഫൈ. ഇനി ഈ ഹോളുകളെല്ലാം അടുപ്പിച്ച് വരുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളൊരു സിംഗിൾ പാർട്ട് കൊടുക്കുമ്പോൾ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫുൾ ഷീറ്റ് 6x3 6x2 മീറ്ററിൻ്റെ ആയിരിക്കും ഒരു ഫുൾ ഷീറ്റ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സിംഗിൾ പാർട്ട് ഇവിടെ PL70 എന്ന് പറഞ്ഞ സിംഗിൾ പാർട്ടിൻ്റെ ഓവറോൾ ലെങ്ത്തും വിഡ്ത്തും എത്ര. അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ 300x300 ഒരു പീസ് കട്ട് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഹോളാണ് വരുന്നത്. അപ്പോൾ ഹോളിൻ്റെ ഫിക്സിംഗ് ഡയമെൻഷൻ 2 എൻഡിൽ നിന്നും നമ്മൾ കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് മാർക്ക് ചെയ്ത് ഹോള് അവർ ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സിംഗിൾ പാർട്ടിൻ്റെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെയിം കൊടുക്കണം. സ്റ്റാൻഡേർഡ് മാറ്റിയത് ബേസ് പ്ലേറ്റ് അല്ലേ, ബേസ് പ്ലേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, മോഡിഫൈ. ഓക്കെ, ക്ലോസ് ചെയ്തു. യെസ്. ഇനി ഇതേപോലെ നെക്സ്റ്റ് നമുക്ക് ഈ ഗസറ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് ഫാബ്രിക്കേഷൻ ഡ്രോയിങ്. സ്മാർട്ട് ക്രിയേറ്റ് ഓൺ ചെയ്യരുത്, അപ്ലൈഡ് സെറ്റിങ്സ് തന്നെ കൊടുക്കാം, ക്രിയേറ്റ് ചെയ്യാം. നമുക്കിതേപോലെ എല്ലാത്തിൻ്റെ ഇവിടെ ഈ ഒരു സ്റ്റിഫ്നറിൻ്റെ ഇതേപോലെ തന്നെ ക്രിയേറ്റ് ഫാബ്രിക്കേഷൻ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു ഫിൻ പ്ലേറ്റിൻ്റെ ക്രിയേറ്റ് ഫാബ്രിക്കേഷൻ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു എൻ പ്ലേറ്റിൻ്റെയും ഇതേപോലെ ക്രിയേറ്റ് ഫാബ്രിക്കേഷൻ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഗസറ്റിൻ്റെ നടുക്ക് കാണുന്ന ക്രിയേറ്റ് ഫാബ്രിക്കേഷൻ ഡ്രോയിങ് ക്രിയേറ്റ്. നമ്മൾ ഡോക്യുമെൻറ്റ് മാനേജർ ഓപ്പൺ ചെയ്തു. നമ്മൾ നേരത്തെ കൊടുത്തത് എല്ലാം നെയിം ബേസ് പ്ലേറ്റ് എന്നാണ് പറഞ്ഞത്. നേരത്തെ 17 അല്ല കൊടുത്തത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഡ്രോയിങ് ഫ്രീസ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞു, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഫ്രീസ് ഓൺ ചെയ്തു. നമ്മളിവിടെ PL2 ഓപ്പൺ ചെയ്തു. ഇവിടെ വരുന്ന ഈ 2 ഹോളുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ കൊടുത്തു. ഫിൻ പ്ലേറ്റ് അല്ലേ, അപ്പോൾ ഫിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് നെയിം കൊടുക്കാം, ഫിൻ പ്ലേറ്റ്, മോഡിഫൈ. നെക്സ്റ്റ് കൊടുത്തു, യെസ്, സേവ്, യെസ്. ഈ കാണുന്നത് എൻ പ്ലേറ്റ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എൻ പ്ലേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇതേപോലെ തന്നെ ഹോള് ഡ്രാഗ് ചെയ്ത് വെച്ചു. രണ്ട് ഹോളും ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇവിടെ എൻ പ്ലേറ്റ് എന്ന് നെയിം കൊടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഇൻഫോർമേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാ വരുന്നത്? സ്റ്റിഫ്നറിൽ വരുമ്പോൾ ഇതേപോലെ തന്നെ ഓവറോൾ ലെങ്ത്ത് എടുത്ത് പിന്നെ 2 എഡ്ജിലും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു. ഇവിടെ ചാംഫർ വരുന്നുണ്ടായിരുന്നു, ആ ചാംഫറിൻ്റെ കട്ടിങ് നമ്മൾ കൊടുത്തു.
അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗസറ്റ് പ്ലേറ്റ് വരുമ്പോൾ ഈ പാർട്ട് മാർക്ക് ഒരുപാട് അകത്തോട്ട് കയറരുത്, ടച്ച് ചെയ്തിരിക്കുക. നമുക്ക് വേണ്ടത് ഓവറോൾ ലെങ്ത്ത് വിഡ്ത്ത്. ഈ ഡയമെൻഷൻ കണ്ടോ, ഹോളിൻ്റെ ഫിക്സിങ്, അത് ഒരുപാട് ഇങ്ങനെ പാർട്ടിനകത്ത് കൂടി നീണ്ടുപോയി. അപ്പോൾ എവിടെയാണോ ഹോൾ പാർട്ടിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അതിനടുത്ത് കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവന്ന് വെക്കാം. ഇനി ആ 54 ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. ഇനി ഓവറോൾ വിഡ്ത്ത് മാത്രമായിട്ട് സെപ്പറേറ്റ് വെക്കണ്ട, അത് ഡ്രാഗ് ചെയ്ത് അതും കൂടി ഇപ്പുറത്ത് വെക്കുക. കാരണം ചുറ്റിനും ഡയമെൻഷൻ കൊടുക്കുന്ന ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഓവർലാപ്പിംഗ് വരുന്നുണ്ട്, ആ ഓവർലാപ്പിംഗ് എല്ലാം കറക്റ്റ് ചെയ്യണം. എല്ലാം ഇവിടെ വെക്കുക, വെച്ചു. ഇവിടെ ഈ 45 അകത്തോട്ട് വെച്ചു, ഈ ഡയമെൻഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു. 195 ഓവറോൾ എടുത്തെടുത്ത് ഇവിടെ വെച്ചു. 45യുടെ ആവശ്യമില്ല. നമ്മളിപ്പോൾ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവറോൾ ലെങ്ത്ത് വിഡ്ത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ ലെങ്ത്തും വിഡ്ത്തും വന്നു. അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കും. പിന്നെ വേണ്ടത് ഷേപ്പ് ഡയമെൻഷൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഡിസ്റ്റൻസ്. അപ്പോൾ അതേപോലെ ഷേപ്പ് അവർ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഹോൾ ഫിക്സ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഡിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ കൊടുക്കുന്നുണ്ട് ഡിസ്റ്റൻസ് 2 ഹോളോട്ട്. പിന്നെ നമുക്ക് ഒരു ഇൻക്ലൈൻ ഡിസ്റ്റൻസ് 2 ഹോളുകൾ തമ്മിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി അങ്ങനെ പറയുവാണെങ്കിൽ മാത്രം ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യും. നമ്മൾ ഗസറ്റിലൊക്കെ ഹോൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്ലേറ്റിൻ്റെ ബൗണ്ടറി ഔട്ടർ ലൈനിൽ നിന്ന് ഹോളിൻ്റെ റെഫറൻസ് പിക്ക് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഈ ഷേപ്പ് ഡയമെൻഷൻ കണ്ടില്ല, 54 ആണ് കാണുന്നത്, 54, 93. ഈ ഷേപ്പ് ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 54 എന്നുള്ളത് ചിലപ്പോൾ ഒരു 55 ആയി പോയി എന്ന് കരുതുക. നമ്മൾ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഈ എൻഡിന് പകരം റെഫറൻസ് എടുക്കുന്നത് ഈ ഷേപ്പ് ഡയമെൻഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 1 mm വ്യത്യാസം അവിടെ വരും സൈറ്റിൽ വരുമ്പോൾ. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് എപ്പോഴും പ്ലേറ്റിൻ്റെ പക്ഷേ ഈ ബൗണ്ടറി ഇല്ല, ഈ ഔട്ടർ ലൈൻ, നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഔട്ടർ ലൈൻ ഇങ്ങനെ കാണുന്ന ഈ ഔട്ടർ ലൈൻ മാറത്തില്ല. അപ്പോൾ ഔട്ടർ പെരിമീറ്റർ ലൈനിൽ നിന്ന് മാത്രമേ ഹോളിൻ്റെ ഫിക്സിംഗ് ഡയമെൻഷൻ എടുക്കാവുള്ളൂ. അതുകൊണ്ട് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ ഈ ഔട്ടർ ഇവിടെ നിന്നും ഏറ്റവും ടോപ്പിൽ നിന്നും അങ്ങനെ പിക്ക് ചെയ്തു, ഷേപ്പ് ഡയമെൻഷൻ പിക്ക് ചെയ്തിട്ടില്ല. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ ഇതാണ് ബൗണ്ടറി ലൈൻ, അല്ലാണ്ട് ഈ ഷേപ്പ് ഡയമെൻഷൻ 45 എന്നുള്ള ഷേപ്പ് ഡയമെൻഷനിൽ നിന്നല്ല എടുത്തത്. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലേറ്റ്, ഗസറ്റ് പ്ലേറ്റ്, മോഡിഫൈ, നെക്സ്റ്റ് കൊടുത്തു. ഇതിപ്പോൾ ആ സെൻറ്ററിലെ ഹൊറിസോണ്ടൽ ഗസറ്റ്. ഇവിടെയും നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ഹോള് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇവിടെ ഈ 45യുടെ ആവശ്യമില്ല, തൽക്കാലം 45 കളയാം. ഇതുകൊണ്ട് ഇവിടെ ക്ലാഷ് ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇത് രണ്ടും കൂടി അലൈൻ ചെയ്യുക. ഈ ഡയമെൻഷൻ വേണമെങ്കിൽ പുറത്തോട്ട് കിടന്നോട്ടെ. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്ലിപ്പ് ഔട്ട് സൈഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പാർട്ട് മാർക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കാം. ബാക്കി ഇതെല്ലാം നമ്മളിവിടെ വെച്ചു, ഫിക്സ്ഡ് ഡയമെൻഷൻ എല്ലാം വെച്ചു, ഇതെല്ലാം ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുത്തു. ഇപ്പോൾ ഇവിടെ നെയിം നമുക്ക് ഗസറ്റ് പ്ലേറ്റ്. യെസ്, അപ്പോൾ നമ്മൾ എല്ലാ ഡ്രോയിങ്ങിൻ്റെയും സിംഗിൾ പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്രീസ് ഓൺ ചെയ്യണം. ഞാനെല്ലാം സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫ്രീസ് ഓൺ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾ പാർട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇതേപോലെ കോമൺ ആയിട്ടുള്ള മാത്രം തൽക്കാലം ചെയ്തു, ബാക്കി എല്ലാം ചെറിയ ചെറിയ ഡയമെൻഷൻ്റെ വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സും പാറ്റേണെല്ലാം സെയിം തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. താങ്ക് യു ഓൾ.